അപ്പം നമ്മൾ ഇലക്ഷൻ വാർത്തകളിലേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ്. ആദ്യം തിരുവനന്തപുരം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലം, BJP അവരുടെ A ക്ലാസ് എന്ന് വീണ്ടും ആവർത്തിക്കുന്ന മണ്ഡലം. വിശ്വപൗരന്റെ എന്താണ് അശ്വമേധം തുടരുമോ എന്ന മൂന്നാം ഊഴം പൂർത്തിയാക്കി നാലാം ഊഴത്തിലേക്ക് എത്തുമോ എന്ന ആകാംക്ഷയുള്ള മണ്ഡലം, വർക്കിംഗ് മണ്ഡലം. അങ്ങനെ ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ത്രികോണ മത്സരം കൊടുമ്പിരി കൊള്ളുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ഷഫീദ് റാവുത്തുണ്ട്. ഷഫീദ്, ഇവിടെ ഈ കൊടുമ്പിരി കൊള്ളുക എന്ന മലയാള വാക്കിന് അർത്ഥം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പറയണം, അങ്ങ് കൊടുമ്പിരി കൊണ്ട് കയറുക പറഞ്ഞു അല്ലേ? ഉറപ്പായിട്ടും. കാരണം ഇതിനകത്ത് നമുക്കൊരു പ്രഡിക്ഷൻ നടക്കില്ല തിരുവനന്തപുരത്തെ കുറി. കാരണം പൊരിഞ്ഞ പോരാട്ടം, ശക്തമായ ത്രികോണ മത്സരം, വലിയ വാദപ്രതിവാദങ്ങൾ, വിവാദങ്ങൾ, ദേശീയ വിഷയമടക്കം തിരുവനന്തപുരത്ത് വലിയ തരത്തിൽ ചർച്ചയായി. നമ്മളിപ്പോൾ ഈ ബസ്സിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളിലെ വികസനം അടക്കമുള്ള മുഴുവൻ വിഷയങ്ങളും ചർച്ചയാക്കിയാണ് തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. അതിൽ ഒന്നും ആരും പുറകോട്ടല്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. പ്രത്യേകിച്ച് തുടക്കം, അതായത് ഓരോരുത്തർ എൻ്റർ ചെയ്യുന്നു ഈ തെരഞ്ഞെടുപ്പ് പിക്ചറിലേക്ക്. അതിൽ ആദ്യം എൻ്റർ ചെയ്യുന്നത് പന്ന്യൻ രവീന്ദ്രനാണ്. കാരണം സ്ഥാനാർത്ഥി നിർണ്ണയം നേരത്തെ നടത്തി. പിന്നാലെ ശശി തരൂർ വരുന്നു, സിറ്റിംഗ് MP ആണ്. മാത്രമല്ല ശശി തരൂരിനെ മണ്ഡലത്തിൽ കാണാനില്ല എന്നുള്ളതായിരുന്നു LDFന്റെ ആദ്യത്തെ പ്രചരണം. അതിന് മറുപടി കൊടുത്തത് തന്റെ വികസന നേട്ടങ്ങൾ എണ്ണിയെടുത്താൽ മതി എന്നുള്ളതായിരുന്നു ശശി തരൂരിന്റെ മറുപടി. പിന്നാലെ രാജീവ് ചന്ദ്രശേഖറിന്റെ ലാൻഡിംഗ് നടക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ തന്നെ സ്വാഭാവികമായും പരിചിതമല്ലാത്തൊരു മുഖം, പക്ഷെ ആ പരിചയക്കുറവ് ഇപ്പോൾ മണ്ഡലത്തിലില്ല എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ മണ്ഡലത്തിൽ സുപരിചിതനായി മാറാൻ, വലിയ വിഷയങ്ങൾ ഉയർത്താൻ, മണ്ഡലത്തിലെ വികസന കാര്യങ്ങളടക്കം ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വാസ്തവമായ ഒരു കാര്യമാണ്. നമ്മൾ പൊഴിയൂര് തൊട്ട് ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ പൊഴിയൂരിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം രാജീവ് ചന്ദ്രശേഖർ നടത്തിയെന്നുള്ള LDFന്റെയും UDFന്റെയും പരാതി, അത് അത്തരം പരാതികൾ എത്തി നിൽക്കുന്നത് ശശി തരൂർ വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ പണം നൽകുന്നു എന്നുള്ള ഒരു നിയമ വഴിയിലേക്കാണ്. അപ്പോൾ ആ രീതിയിൽ കൂടി തിരുവനന്തപുരം മണ്ഡലത്തിൽ ചർച്ചകൾ നടന്നു. അതേസമയം നമുക്കറിയാം CA വിഷയം നടന്നപ്പോഴും കേരള സ്റ്റോറി വിഷയം നടന്നപ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം അത് CA വിഷയത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊടപ്പനക്കുന്ന് ദൂരദർശൻ ഓഫീസിലേക്ക് ഈ കേരള സ്റ്റോറി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തി. അയോധ്യ വിഷയം ചർച്ചയായപ്പോൾ ചില പ്രതിഷേധങ്ങൾ ഇവിടെ നടന്നു. അങ്ങനെ ന്യൂനപക്ഷങ്ങളെ ഇക്കുറി ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ന്യൂനപക്ഷ ഏകീകരണവും ന്യൂനപക്ഷങ്ങളുടെ ചിന്തയുമാണ്. അത് കാര്യമായി തിരുവനന്തപുരം മണ്ഡലത്തിൽ ആ വിധത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഈ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നഗരം മുതൽ ഈ കിഴക്ക് മലയോര മേഖല വരെയുള്ള ഒരു പ്രത്യേക സ്വഭാവമുള്ളൊരു സ്ഥലമാണ്. അവിടെ എങ്ങനെ ആളുകൾ ചിന്തിക്കുമെന്നറിയാൻ സ്വാഭാവികമായും കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. തിരുവനന്തപുരം ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് പൂർണ്ണമായും കടന്നിരിക്കുന്നു. മൂന്ന് മുന്നണികളും തുല്യ ശക്തരാണ്. തുല്യമായ രീതിയിൽ അവരുടെ ശക്തി പ്രകടനം, നമുക്ക് അവരുടെ ആത്മവിശ്വാസം കൊട്ടിക്കലാശത്തിൽ കാണാൻ സാധിക്കും. ഉറപ്പായും എന്ന് പറഞ്ഞാൽ ത്രികോണം എന്ന് പറഞ്ഞാൽ കടുത്ത ത്രികോണത്തിൽ ഇങ്ങനെ മൂന്ന് ശക്തരായ സ്ഥാനാർത്ഥികൾ, മൂന്ന് ശക്തമായ മുന്നണികൾ അവിടെ നിന്ന് ആഞ്ഞങ്ങ് പിടിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, തിരുവനന്തപുരം ഈസ് അൺപ്രഡിക്റ്റബിൾ. ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഇവിടെ ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ വർക്കിംഗ് ക്ലാസ് ഹീറോ എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ട് സ്ഥാനാർത്ഥികളെ നോക്കുക, അവരുടെ കയ്യിൽ കോടികൾ, എന്നെ നോക്കൂ, എൻ്റെ കയ്യിൽ പാവം കൊടി മാത്രം എന്നൊക്കെ പറഞ്ഞ് അരിവാൾ നെൽക്കതിർ എന്ന് പറഞ്ഞ ചെങ്കൊടി പിടിച്ചിരുന്ന പന്ന്യൻ രവീന്ദ്രൻ വർക്കിംഗ് ക്ലാസ് ഹീറോ എന്ന ഇമേജിൽ ഇവിടുത്തെ ഓട്ടോക്കാരെയൊക്കെ പേരൊക്കെ വിളിച്ച് ചായക്കടലൊക്കെ കയറി ഇറങ്ങി അങ്ങനെ പോകുന്നു. തരൂർ ചെലവഴിച്ച് MP ഫണ്ട് അടക്കം ആ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട് മൂന്നാം ഊഴം പൂർത്തിയാക്കി നാലാം ഊഴത്തിലേക്ക് പോകുന്ന ആത്മവിശ്വാസം. രാജീവ് ചന്ദ്രശേഖർ ഹൈടെക് പ്രചരണത്തിൻ്റെ പുതുവഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് തീരദേശത്താവട്ടെ, IT മേഖലയിലാവട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ എത്താൻ വൈകിയെങ്കിലും പ്രചരണ മേഖലയിൽ കാര്യമായി നിറഞ്ഞു നിൽക്കാൻ NDAയ്ക്കും രാജീവ് ചന്ദ്രശേഖരനും കഴിഞ്ഞു. കാത്തിരുന്ന് കാണണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്തിന്റെ പുതിയ സാരഥി ആരെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.